അല്ല എവിടെ ചേച്ചി എവിടെ? മാഡം ചേച്ചി ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടാ ഞാൻ ഈ ഫയലുകൾ എടുക്കാൻ പോയത്. എന്നിട്ട് എവിടെ? പുറത്തെങ്ങാനും ഉണ്ടോന്ന് പോയി നോക്ക്. ഈശ്വര, എന്താ ഏട്ടാ സംഭവം? ഒരു ആക്സിഡന്റാ. റോഡ് സൈഡിൽ ബൈക്ക് വെച്ചിട്ട് റോഡ് ക്രോസ് ചെയ്തതും ഒരു കാർ വന്നിടിച്ചു. അല്ല, കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറയാൻ കഴിയില്ല. പോട്ടെ. ഹലോ അങ്കിളെ, ഞങ്ങള് കുളിച്ച് റെഡിയായി നിൽക്കുക. നമുക്ക് പുറത്തു പോണ്ടേ? അങ്കിൾ ഇതാ ഇപ്പൊ എത്തും. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. എന്താ പറഞ്ഞേ? ഇപ്പൊ എത്തൂന്ന്. പ്രകാശ്, വേറെന്തെങ്കിലും പറയാം. ശരി. ഫോൺ ഇവിടെ വെച്ചിട്ടാണോ പോയിരിക്കുന്നത്? നല്ല കഥയായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? മാഡം, മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും പെൻഡിങ് ഫയലുകളുടെ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അതിന്റെ ഒപ്പം ഇതും കൂടി കൊടുത്തു വിടണം. ഇതാണെങ്കിൽ രാവിലെ പോന്നപ്പോ എടുക്കാനും മറന്നു. അല്ല, ഷാരിയച്ചിയുടെ കാര്യം എന്തായി? ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് മാഡത്തിന്റെ ചേച്ചി ഇവിടെ വന്നത്. മുഷിഞ്ഞ ഡ്രസ്സും ഒരു തോർത്തും. മാഡത്തെ കാണണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. മാഡത്തിന്റെ കസേര കയറിയിരുന്നു. ഇതൊന്നും ജോൺ സാറിനെ പിടിച്ചിട്ടില്ല. ജോൺ സാർ വന്ന് മാഡത്തിന്റെ ചേച്ചിയോട് തട്ടിക്കയറി. എന്നെയും ഒരുപാട് വഴക്കു പറഞ്ഞു. ഞാൻ ഒരു കണക്കിന് ശാരികേച്ചി ആശ്വസിപ്പിച്ച് മാഡത്തിന്റെ ക്യാബിനിലിരുത്തിയിട്ടുണ്ട്. കുഞ്ഞ് നഷ്ടപ്പെട്ടതോടെ ശാരികേച്ചി വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. എനിക്കറിയാം മാഡം. എന്റെ ചേച്ചിക്കാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായതെങ്കിൽ ഇതുപോലെ ഞാനും കെയർ ചെയ്യണ്ടേ? അങ്ങനെ കണ്ടാ മതി. അല്ല എവിടെ ചേച്ചി എവിടെ? മാഡം ചേച്ചി ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടാ ഞാൻ ഈ ഫയലുകൾ എടുക്കാൻ പോയത്. എന്നിട്ട് എവിടെ? പുറത്തെങ്ങാനും ഉണ്ടോന്ന് പോയി നോക്ക്. ഈശ്വര, അതെ, കളക്ടറുടെ ചേച്ചിയെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. മാഡം, ചേച്ചി ഇവിടെ കാണാനില്ല. പോയിന്നാ തോന്നുന്നു. ഈശ്വര, ഇനി ചേച്ചി എവിടെ പോയി തിരക്കാനാ? എന്തിനും മടിക്കാത്തൊരു മാനസികാവസ്ഥയില്ല ചേച്ചി. അതുകൊണ്ടാ ഞാൻ അനുവിനോട് പ്രത്യേകം നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞത്. അതിനിടയ്ക്ക് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും കോൾ വന്നത് മാഡം. ഞാനപ്പോ അതിന്റെ പിന്നാലെ പോയി. ഈശ്വര, ഇനിയിപ്പോ എവിടെ പോയി ഒന്ന് തിരക്ക്. പുറത്തെങ്ങാനും ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്ക്.
എന്താടി ഇതെങ്ങോട്ടാ കയറി വരുന്നേ? ശാലിനി എവിടെ? ഓ, നിന്റെ അനിയത്തെ കാണാനുള്ള വരവാണെങ്കിൽ അവൾ ഇപ്പൊ ഇവിടെയല്ല താമസം. അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാരും എന്റെ വീട്ടുമുറ്റത്ത് കാല് കുത്തുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. കള്ളക്കൂട്ടങ്ങള്. ഇറങ്ങിപ്പോയി ഇവിടുന്ന്. എന്റെ മോളെവിടെ? ഞാൻ എന്റെ മോളെ അന്വേഷിച്ച വന്നത്. ഇതെങ്ങോട്ട് പോവാ? നിന്റെ മോളെ എവിടെയാണോ തിരക്കുന്നത്? ഇവിടെ ഒരാളുടെ കുഞ്ഞിനെയും നോക്കാമെന്ന് പറഞ്ഞ് ഏറ്റിട്ടില്ല. ശാലിനിയുടെ കയ്യില് എന്റെ അച്ഛൻ എന്റെ മോളെ നോക്കാനായി ഏൽപ്പിച്ചത്. എങ്കി കുഞ്ഞിനെ നീ പോയി നിന്റെ അനിയത്തിയോട് ചോദിക്ക്, ജില്ലാ കളക്ടറിനോട്. കൊച്ചിനെ എന്ത് ചെയ്തെന്നും എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചെന്നൊക്കെ ചോദിക്ക്. അല്ലാതെ ഇവിടെ വന്ന് അന്വേഷിക്കല്ല വേണ്ടത്. എങ്കി ശാലിനിയെ വിളിക്ക്. എന്റെ മോളെ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. വിളിക്ക് ശാലിനിയെ. അതിന് അവൾ ഇവിടെയല്ല താമസം. ഇവിടുന്ന് ഞാൻ അവളെ ഇറക്കി വിട്ടു. അവളുടെ കയ്യിലിരിപ്പുണ്ട്. സ്വന്തം ഭർത്താവിനെ വരെ കൊല്ലാനുള്ള മനക്കരുത്തുള്ളവളാ. എങ്ങനെയാ കൂട്ടത്തിൽ വിശ്വസിച്ച് നിർത്തുന്നത്? എപ്പോഴാ കത്തിയെടുത്ത് കഴുത്തി വെക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടേ അങ്ങ് പറഞ്ഞു വിട്ടു. ഇനി മതിൽക്കെട്ടിനകത്തേക്ക് അവളെ കയറ്റില്ല ഞാൻ. നഷ്ടങ്ങൾ സംഭവിച്ചത് എനിക്കാണല്ലോ. അവൾക്ക് ഇനിയും ജീവിതമുണ്ട്. അതിനുള്ള ആളെ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കാ പോയത്. എന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാ പോയത്. അത് നഷ്ടപ്പെടുത്തി അവളെയും അവളുടെ വീട്ടുകാരെയും ഞാൻ ഒരു രീതിയിലും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നീ ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നോ അതോ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കണോ? എന്റെ കുഞ്ഞിനെ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാൻ ഇവിടെ ഇരിക്കും. എന്തൊരു നാശം ഇത്! ഇവിടുന്നല്ലേ എന്റെ മോളെ കാണാതായത്. ഇവിടെയുള്ളവരറിയാതെ അവൾ എവിടെയും പോവില്ല. എവിടെ എന്റെ മോള്? ശ്ശോ, ഇത് അവളിലും വലിയ മാരണമാണല്ലോ. എടി, നിന്നോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്റെ കുഞ്ഞില്ലെന്ന്? എടി, നീ കൊടുത്ത ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്ക്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്ക്.